ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഓഫീസ് മിക്കവാറും ഇന്ത്യ JCB ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കും എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഡൽഹിയിൽ പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷണർ ഓഫീസ് ഇരിക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് വലിയ നേട്ടമൊന്നുമില്ല. കാരണം പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ശത്രു രാജ്യത്തിന്റെ ഒരു ഓഫീസ് ഡൽഹിയിൽ ഇരിക്കുന്നത് നമുക്ക് എന്നായാലും ഒരു തലവേദന തന്നെയാണ്. പറഞ്ഞു വരുന്നത്, ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് പുറത്തുള്ള സുരക്ഷാ ബാരിക്കേഡുകൾ പാകിസ്ഥാൻ നീക്കം ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്തുണ്ടായിരുന്ന ട്രാഫിക് ബൊള്ളാടുകളും ബാരിക്കേഡുകളും മറ്റ് തടസ്സങ്ങളും ഇന്ത്യൻ അധികൃതർ നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായ ഒരു നയതന്ത്ര തിരിച്ചടിയായാണ് ഡൽഹിയിലെ ഈ നടപടിയെ വിലയിരുത്തുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് ചുറ്റുമുള്ള അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഒരു JCB യന്ത്രം വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. നയതന്ത്ര സമുച്ചയത്തിനായി നിശ്ചയിച്ചിട്ടുള്ള അതിർത്തിക്ക് പുറത്തായാണ് ഈ നിർമ്മിതികൾ സ്ഥിതി ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാൻ മിഷന് ചുറ്റുമുള്ള സഞ്ചാരത്തിന് നേരത്തെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ഭാഗ്യ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗങ്ങളും അധികൃതർ നീക്കം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് പുറത്തുണ്ടായിരുന്ന സുരക്ഷാ ബാരിക്കേഡുകൾ പാകിസ്ഥാൻ അധികൃതർ നീക്കം ചെയ്ത് 3 ദിവസത്തിന് ശേഷമാണ് ഈ പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് നിശ്ചിത അതിർത്തിക്ക് പുറത്താണ് ഈ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നയതന്ത്ര കാര്യാലയം സ്ഥിതി ചെയ്യുന്ന വളപ്പിനുള്ളിൽ ഇതിന്റെ ഭാഗമായി യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ജമ്മു കാശ്മീരിലെ ശ്രീനഗർ സന്ദർശന വേളയിൽ ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ നടത്തിയ പരാമർശങ്ങളിൽ അതിർത്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമാബാദിലെ US ചാർജ് ഡി അവേസിനെ പാകിസ്ഥാൻ ബുധനാഴ്ച വിളിച്ചു വരുത്തി ശക്തമായ ഒരു പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ സുപ്രധാന ഭാഗമെന്ന് വിശേഷിപ്പിച്ചതിനെ ഇസ്ലാമാബാദ് അപലപിക്കുകയും തള്ളിക്കളയുകയും ചെയ്തതായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ജമ്മു കാശ്മീർ പ്രദേശം സന്ദർശിക്കവേ അവിടുത്തെ പദവിയെക്കുറിച്ച് US അംബാസിഡർ നടത്തിയ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനായി ഇസ്ലാമാബാദിലെ US ചാർജ് ഡി അവേസിനെ ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞതാണ് ഇക്കാര്യങ്ങൾ. കെട്ടിടത്തിന്റെ പുറംഭാഗത്തെ മേൽക്കൂരയും അതോടൊപ്പം തന്നെ ലോഹ വേലികളും അടക്കം തകർത്തു. സർവീസ് വിൻഡോകൾക്ക് ചുറ്റുമുള്ള ഭിത്തിയുടെ പ്ലാസ്റ്ററിങ്ങും തകർത്ത നിലയിലാണ്. തകർന്ന വേലികളും നിർമ്മാണ സാമഗ്രികളും അതോടൊപ്പം തന്നെ കൗണ്ടറുകൾക്ക് ചുറ്റും ചിതറിക്കിടക്കുന്നുണ്ട്. അതേസമയം പാക് ഹൈക്കമ്മീഷണറിന്റെ പ്രധാന പ്രവേശന കവാടത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. കൂടാതെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ പ്രധാന ഭാഗമാണെന്ന് US അംബാസിഡറുടെ പ്രസ്താവന സ്വാഗതാർഹമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. സെർജിയോ ഗോറിന്റെ പ്രസ്താവന US നയം മാറ്റുന്നതിന്റെ സൂചനയെന്ന് ഇന്ത്യയുടെ വിലയിരുത്തലുണ്ട്. അതേസമയം ഗോറിന്റെ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തിയാണ് പാകിസ്ഥാൻ രേഖപ്പെടുത്തിയത്. US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പാകിസ്ഥാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കാശ്മീർ സന്ദർശിക്കുന്നതിൽ US പൗരന്മാർക്കുള്ള വിലക്ക് അത് പുനഃപരിശോധിക്കുമെന്നാണ് സെർജിയോ ഗോർ വിശദമായി തന്നെ പറയുന്നത്. US അംബാസിഡർ ഇന്ന് ലഡാക്ക് സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വരും ദിവസങ്ങളിൽ JCB വേണമെങ്കിൽ ഡൽഹിയിലുള്ള പാകിസ്ഥാന്റെ ഹൈക്കമ്മീഷണറുടെ കാര്യാലയവും JCB തകർത്ത് തരിപ്പണമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.